ഓം ശ്രീ സായിരാം. ഇന്നത്തെ ദസ് പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന എപ്പിസോഡ് ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. കഠിനാധ്വാനിയും ഒരു നല്ല കച്ചവടക്കാരനുമായിരുന്നു രാജേഷ്. തന്റെ കച്ചവട സാമ്രാജ്യം പടുത്തുയർത്തുന്നതിനായി അദ്ദേഹം രാപ്പകൽ കഷ്ടപ്പെട്ടു. കുറച്ചുകാലം കടന്നു പോകവേ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്റെ സമ്പത്ത് ഉയർന്നു വരുന്നതിനനുസരിച്ച് സന്തോഷവും സമാധാനവും കുറഞ്ഞു വരികയാണ്. തന്റെ മകളുടെ സ്കൂൾ ആഘോഷങ്ങൾ പോലും തനിക്ക് നഷ്ടമാകുന്നു. വിശ്രമമില്ലാത്ത ജോലിയും മോശമായ ആഹാര രീതിയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ്. വിജയകരമായി കച്ചവടം നടത്തുന്നവരും ജീവിതത്തിൽ സമത്വം പാലിക്കുന്നവനുമായ രമേശ് എന്ന സുഹൃത്ത് രാജേഷിനെ കാണാനെത്തി. തന്റെ സുഹൃത്തിന്റെ മനപ്രയാസവും പിരിമുറുക്കങ്ങളും ശ്രദ്ധിച്ച രമേശ് ചോദിച്ചു, ജീവിതം ആസ്വദിക്കാൻ സാധിക്കാതെ വിജയം നേടുന്നത് എന്ത് കാര്യം? താൻ എങ്ങനെയാണ് ഒരു ദിവസം വിഭജിച്ചിരിക്കുന്നത് എന്ന് രമേശ് വിശദീകരിച്ചു. പ്രഭാതം കുടുംബത്തോടൊപ്പവും ഉച്ചവേളകൾ ജോലിക്കായും വൈകുന്നേരം വിശ്രമത്തിനായി ചിലവഴിക്കുന്നു. കൂടാതെ അമിതമായി അധ്വാനിക്കുകയോ അതിനു കവിഞ്ഞ് ഒരു കാര്യത്തിലും ഇടപെടുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം സന്തുഷ്ടവും സമാധാനപരവുമായ ഒരു ജീവിതം നയിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുടെയും ക്ഷേമത്തിന് കാരണമായി. രാജേഷും തന്റെ ജീവിതത്തിൽ സമയം ഫലപ്രദമായി വിനിയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ സന്തോഷവും സമാധാനവും കൂടാതെ വ്യാപാരത്തിൽ അവിശ്വസനീയമായ ഉയർച്ചയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ സമീപനം കണ്ട് പ്രചോദിതരായ ജോലിക്കാരും അതുപോലെ തന്നെ നൈപുണ്യവും സാമർത്ഥ്യവുമുള്ളവരായി തീർന്നു. കുടുംബ ബന്ധവും ശക്തമായി. ചിന്തയുള്ള ജീവിതത്തിന്റെ ഫലമായി ആരോഗ്യവും മെച്ചപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി മാറിയതുകൊണ്ട് കൂടെയാണ് തനിക്ക് ആനന്ദപൂർണമായ ഒരു ജീവിതം ലഭിച്ചത്. ലാഭത്തിനപ്പുറം മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ് സുസ്ഥിരമായ ജീവിത വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും രഹസ്യം എന്ന മൂല്യം ജീവിതത്തിൽ പകർത്തിയ ഒരു മികച്ച വ്യാപാരിയായി അദ്ദേഹം അറിയപ്പെട്ടു. ഈ ഒരു അവസരത്തിൽ സ്വാമിയുടെ ഒരു സന്ദേശം മനസ്സിൽ വരികയാണ്. സ്വാമി പറയുന്നു, അന്യരെ ഉപദ്രവിക്കുന്നത് മാത്രമാണ് ഹിംസ എന്നാണ് ആളുകൾ കരുതിയിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. സ്വയം ബുദ്ധിമുട്ടുന്നതും ഹിംസയാണ്. അനാവശ്യമായി സംസാരിക്കുക, അനാരോഗ്യകരമായി ഭക്ഷിക്കുക, അമിതമായി അധ്വാനിക്കുക എന്നിവയെല്ലാം ഹിംസ തന്നെ. പരുതി വിട്ട് ചെയ്യുന്നതെല്ലാം ഹിംസയാണ്. അതിനാൽ ജീവിതം വളരെ സമത്വത്തോടെയും നിയന്ത്രണത്തോടെയും നയിക്കുക അത്യാവശ്യമാണ്. ജയ് സായിരാം.